നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് കഴിഞ്ഞ ലാസ്റ്റ് ഞാൻ ഇട്ട ലോങ് വീഡിയോയിൽ എൻ്റെ അടുത്ത് കുറച്ച് പേര് എന്തൊക്കെയാണ് എൻ്റെ ബോഡിയിൽ ഞാൻ യൂസ് ചെയ്യുന്നത്, അതായത് പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഇട്ടുള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു ബോഡി സ്ക്രബാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്കതിൽ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു, ആ വീഡിയോ ഒന്ന് ചെയ്യാവോ, ആ ബോഡി സ്ക്രബ് വീട്ടിലുണ്ടാക്കുന്ന വീഡിയോ ഒന്ന് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒന്ന് കണ്ടിട്ട് വരാവേ. അപ്പം നമ്മുടെ സ്ക്രബിന് നമുക്ക് ആവശ്യമുള്ള ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് കോഫി പൗഡറാണ് കേട്ടോ. ഞാനിവിടെ 10 രൂപയുടെ കോഫി പൗഡർ പാക്കറ്റ് 2 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇൻസ്റ്റൻ്റ് അല്ല കേട്ടോ, സാധാ കാപ്പിപ്പൊടിയാണ്, അതാണ് എടുക്കേണ്ടത്. ഇൻസ്റ്റൻ്റ് എടുത്തു കഴിഞ്ഞാൽ അലിഞ്ഞു പോവും, ഒരു യൂസും കാണില്ല കേട്ടോ. അപ്പോൾ സാധാ കാപ്പിപ്പൊടി ഒരു 10 രൂപയുടെ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ഷുഗറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അതായത് നമ്മുടെ പഞ്ചസാരയാണ്. നിങ്ങളുടെ കയ്യിൽ വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ചെറുതായിട്ട് മിക്സിയിൽ ലൈറ്റായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക, ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകണ്ട കേട്ടോ. എനിക്കിവിടെ അത്യാവശ്യം അത്ര വലിയ തരി അല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചേർത്തു. പിന്നെ ഇതിലേക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബോഡി വാഷാണ് കേട്ടോ ചേർക്കേണ്ടത്. ബോഡി വാഷാണ്, ഷാംപൂ അല്ല, ഐ മീൻ ഷവർ ജെല്ലാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. എൻ്റെ കയ്യിൽ ഇവിടെ ഉണ്ടായിരുന്ന ഡവിൻ്റെ ഷവർ ജെല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഏതെങ്കിലും ഒരു ഓയിൽ നമ്മൾ കുറച്ച് യൂസ് ചെയ്യണം കേട്ടോ. ഷവർ ജെല്ലെന്ന് പറയുന്നത് നമുക്കൊന്ന് മിക്സ് ആവാൻ വേണ്ട രീതിയിൽ ഈക്വൽ പോർഷനായിട്ട് ഷവർ ജെല്ലും ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ, നിങ്ങൾ ഡ്രൈ ആണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വരെ ഓയിലും എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് ദിനേശ വല്യാതി ഓയിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേറെ ഓയിൽസും യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഇത്തിരി പെർഫ്യൂമാണ്, അതായത് നമ്മൾ സോപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന പെർഫ്യൂമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മണത്തിന് വേണ്ടി ഇത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ജാസ്മിൻ്റെയോ ലെമൺ ഗ്രാസോ അങ്ങനെ ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ വേണമെങ്കിലും ഒരു മണത്തിന് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഷവർ ജെല്ലിൽ തന്നെ ഒരു മണം ഉണ്ടാവുമല്ലോ, പിന്നെ ഈ കോഫിയുടെ മണവും എല്ലാം ആകുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. ഞാൻ കണ്ടാണോ എങ്ങനെയാണ് ചെയ്യുന്നത്, സംഭവം ദേ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇത് ഞാനൊരു 2 ബോട്ടിൽ ഇതേപോലെ ചെറിയ ബോട്ടിലാക്കിയിട്ട് ഒന്ന് ഞാൻ എൻ്റെ ഈ വാഷ് ബേസിൻ്റെ അടുത്തും ഒന്ന് എൻ്റെ ബാത്റൂമിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. ബാത്റൂമിൽ വളരെ കുറച്ചേ വെക്കാറുള്ളൂ, കാരണം നമ്മളിങ്ങനെ കുളിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ, ഷവർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ എടുത്തിട്ട് തേക്കുന്നതാണല്ലോ, അപ്പോൾ അത് പെട്ടെന്ന് കേടായി പോവും, വെള്ളമൊക്കെ പറ്റുന്നതുകൊണ്ട്. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ, നമുക്കിത് പുറത്ത് വെച്ച് തന്നെ യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട്, ഹോസ്റ്റലിലാണ് ചേച്ചി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഇത് നമുക്ക് 1-2 മാസം വരെ വെള്ളം തട്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ കേടാവാതെ വെളിയിൽ തന്നെ വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് വെള്ളമൊക്കെ തട്ടാറുണ്ട്, എന്നാലും കേടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ ഈ ഒരു സംഭവം. കുറേ നാൾ വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. എന്നാലും കുറേശ്ശെ ഉണ്ടാക്കിയിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാലും, ഞാൻ ആഴ്ചയിൽ 1-2 വട്ടം, അതായത് ഇപ്പം ഞാനങ്ങനെ വീട്ടിൽ തന്നെ ആണല്ലോ, അങ്ങനെ അധികം വെയിലത്തൊന്നും പോകുന്നില്ല ഡേ ടൈമിൽ. അപ്പോൾ വെയിലത്ത് പോവാണ്, വെയിൽ രാവിലെ ആണല്ലോ അല്ലേ ഉള്ളത്, അതെ രാത്രിയില്ലല്ലോ, ഡേ ടൈമിലാണല്ലോ വെയിലുള്ളത്. അപ്പോൾ വെയിലത്തൊക്കെ പോയിട്ട് വരികയാണെങ്കിലും വന്നു കഴിഞ്ഞ് ഞാനൊന്ന് കുളിക്കുന്ന സമയമാണെങ്കിൽ ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്തിട്ട് ആദ്യം ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്ത് നന്നായിട്ട് കൈയും കാലൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് മുഖത്ത് ഇത് യൂസ് ചെയ്യരുത് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് പറയണേ, മുഖത്ത് ഇത് യൂസ് ചെയ്ത് നമ്മുടെ ബോഡിയിലും കഴുത്തിലും ഒക്കെ യൂസ് ചെയ്യാനുള്ളൊരു സ്ക്രബാണ്. ഈ ഒരു സ്ക്രബ് എടുത്തിട്ട് കുറച്ചൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകി കളഞ്ഞിട്ട് നമ്മുടെ നോർമൽ സോപ്പ് കൊണ്ട് നമ്മൾ നോർമൽ കുളിക്കുന്ന കണക്ക് കുളിച്ചിട്ട് ഇറങ്ങി വരാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ജസ്റ്റ് ഒന്ന് നനച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്ന് നനയ്ക്കണേ, കൈ ഒന്ന് നനച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സ്ക്രബ് ഇങ്ങനെ കയ്യിലെടുക്കുക, എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ. കണ്ടോ, ഇതിൽ ചെറിയ ഈ തരി പോലെ ഉള്ളത് കൊണ്ട് തന്നെ അതാ ഞാൻ പറയണേ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ എടുക്കണമെന്നുള്ളത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആണെങ്കിൽ ഇതിൽ അലിഞ്ഞു പോകും, അപ്പം നമുക്ക് ഈ സ്ക്രബിൻ്റെ എഫക്റ്റ് കിട്ടില്ല. അപ്പം നമ്മൾ എടുക്കേണ്ടത് നോർമൽ കോഫി പൗഡർ ഉണ്ടല്ലോ, 10 രൂപ 20 രൂപ പാക്കറ്റിൻ്റെയൊക്കെ നോർമൽ കോഫി പൗഡർ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് അരിച്ചെടുക്കേണ്ടി വരുന്ന കോഫി പൗഡർ, അതാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. അതിന് റേറ്റ് ഭയങ്കര കുറവ്, ഒരു 10-20 രൂപയുടെ 2 പാക്കറ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കുറേ നാളത്തേക്ക് കാണും കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഈ
ഫ്രിക്കിൾസ് വേറെ അല്ലേ സംഭവം. ഇവിടെ ഇങ്ങനെ എനിക്ക് കറുപ്പുണ്ട്. അത് ജന്മനാ ഉള്ളതാണ്. അത് ഫുള്ളായിട്ടൊന്നും മാറ്റാൻ പറ്റില്ല. ഒരു പരിധി വരെ നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ഡെഡ് സ്കിന്നും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കുളിക്കുന്ന ടൈമിലാണെങ്കിൽ അങ്ങ് കഴുകി കളഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. സംഭവം കണ്ടോ, ഇങ്ങനെ ഒന്ന് തുടച്ചെടുത്താൽ മതി. നമ്മളിത് ഇപ്പോൾ തന്നെ നല്ലൊരു സ്മൂത്ത് ആവും കേട്ടോ കൈയൊക്കെ. അപ്പം നിങ്ങളിത് ഒരു ആഴ്ചയിൽ 2 വട്ടം യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. നല്ല മണമാണ് കേട്ടോ. ഞാനിതിൽ ഓൾറെഡി നമ്മുടെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പെർഫ്യൂം യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മണം. ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ കിട്ടുമല്ലോ, അത് യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതിൽ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ദിനേശ വല്യാതി ഓയിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നമ്മുടെ നോർമൽ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം. ഇതൊന്നും അല്ലെങ്കിൽ ആവണക്കെണ്ണ കിട്ടില്ലേ, കാസ്റ്റർ ഓയിൽ, അത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എക്സ്ട്രീംലി ഡ്രൈ ഒക്കെയാണ് നിങ്ങളുടെ സ്കിന്നെങ്കിൽ നിങ്ങൾക്ക് ആവണക്കെണ്ണയും ഇതിൽ ഈ ഒരു ദിനേശ വല്ലാതിക്ക് പകരം യൂസ് ചെയ്യാം. ഇനി ഒരു ആയുർവേദിക് ഓയിൽസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പാമരാതി തൈലം അല്ലെങ്കിൽ നാൽപ്പാമരാതി കേരം, തൈലം വേണം കേട്ടോ, നാൽപ്പാമരാതി കേരം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമില്ല. ദിനേശ വല്യാതി എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ നമ്മുടെ സ്കിന്നിന് ബെറ്റർ ആയതുകൊണ്ട് ഞാനതെടുത്തതേ ഉള്ളൂ കേട്ടോ. പിന്നെ പെർഫ്യൂമിന് നിങ്ങൾക്കത് ചേർക്കാതിരിക്കാം. ഞാനിതിൽ ചേർത്തിരിക്കുന്നത് നമ്മൾ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു മണത്തിന് യൂസ് ചെയ്യുന്ന പെർഫ്യൂമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ഇനി ഇതൊന്നുമില്ലെങ്കിലും നല്ലൊരു മണമായിരിക്കും. കാരണം ഈ കോഫി പൗഡറും ഈ ഓയിലും ഒക്കെ ചേരുമ്പോൾ തന്നെ നാച്ചുറൽ ആയിട്ടുള്ളൊരു മണം കാണും. അപ്പം പെർഫ്യൂം അധികം നമ്മുടെ ബോഡിയിൽ നല്ലതല്ല യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർഫ്യൂം വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ബോഡി സ്ക്രബാണ് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഷവർ ജെല്ല് യൂസ് ചെയ്യുന്നതിന് പകരം ഷാംപൂ യൂസ് ചെയ്യാമെന്ന് ചോദിക്കും. എനിക്ക് കമൻസ് അങ്ങനത്തെ വരുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുത്. ഏതെങ്കിലും ഒരു ഷവർ ജെല്ല് യൂസ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വിവലിൻ്റെയൊക്കെ ഷവർ ജെല്ല് 30 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചെറിയ ഒരു ബോട്ടിലൊക്കെ കിട്ടാറുണ്ട്. നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ അതും യൂസ് ചെയ്യാം. ഞാനിവിടെ ഡവ് ഇരിക്കുന്നതുകൊണ്ട് അത് എടുത്തതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും എൻ്റെ കയ്യിലുള്ളത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഭയങ്കരമായിട്ട് ഒരുപാട് റേറ്റ് കൊടുത്ത് ബോഡി സ്ക്രബിനൊക്കെ ഭയങ്കര റേറ്റാണ് കേട്ടോ. എല്ലാം ഒരു 500 രൂപ ആ ഒരു റേഞ്ചിൽ വരും കേട്ടോ. അതിന് മുകളിലും വരാറുണ്ട്. കുറച്ചും കൂടെ നല്ല പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഭയങ്കര നല്ലതാണ്. നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. പിന്നെ ഞാൻ ഇതല്ലാതെ ഇതിന് മുന്നേ യൂസ് ചെയ്തിരുന്ന നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ല, ഒരെണ്ണം വാങ്ങണമെന്നാണെങ്കിലും ഡവിൻ്റെ ബോഡി സ്ക്രബ് അടിപൊളിയാണ് കേട്ടോ. അതും ഞാൻ ടാഗ് ചെയ്തേക്കാം പ്രോഡക്റ്റ് ചെയ്താന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പം ഇങ്ങനെ ചെയ്ത് യൂസ് ചെയ്യാനുള്ള ടൈം ഇല്ലെങ്കിൽ ഡവിൻ്റെ ബോഡി സ്ക്രബ് വാങ്ങിയാൽ മതി. അതും അടിപൊളിയാണ്. അതിപ്പം നിങ്ങളിപ്പോൾ ഡെയിലിയൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ, ഡെയിലി ഒരുപാട് വെയിലൊക്കെ കൊള്ളുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഡവിൻ്റെ. അപ്പോൾ അതും ഞാൻ നല്ല രീതിയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് അതും. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പം ഏതെങ്കിലും വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം. ഇത് തന്നെ ഒരാൾ ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ സപ്പോർട്ടിനും നിങ്ങളുടെ കമൻസിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.